ആർ അരുൺരാജ് വീണ്ടും ചേരുന്നു. ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി വരികയാണ് CBI അന്വേഷണത്തിന് വേണ്ടി ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ. അരുൺരാജ്. SK നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. ഈ കുടുംബം ഈ രണ്ട് കാര്യങ്ങളിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഈ ജില്ലാ കളക്ടർക്കെതിരെ മുന്നോട്ട് വെക്കുന്നത്. മറ്റൊന്ന് SIT ടീമിനെതിരെയുള്ള ആരോപണങ്ങളാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് പെട്രോൾ പമ്പ് ഉടമയായ പ്രശാന്തിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പലതവണ കോടതിക്ക് മുമ്പാകെ പോലും ഹാജരാക്കാൻ ഈ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറായില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രശാന്തൻ എത്തി എന്ന് പറയുന്ന സമയത്തെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കാൻ SIT ടീം തയ്യാറായിട്ടില്ല എന്ന ഗുരുതരമായ ആരോപണം കൂടി കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നവീൻ ബാബുവിനെ കാണാൻ ഇവർ ചെന്നുവെന്ന് പറയുന്ന സമയത്തെ CCTV ദൃശ്യങ്ങളോ ഇതുമായി ബന്ധപ്പെട്ട ഫോൺ രേഖകളോ പരിശോധിക്കാൻ എന്തുകൊണ്ട് SIT ടീം തയ്യാറായിട്ടില്ല? ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധന അടക്കം നടത്തണമെന്ന ആവശ്യം തങ്ങൾ SIT ടീമിനോട് മുന്നോട്ട് വെച്ചിട്ടും അവർ അതിന് ഒരു അനുകൂലമായ സമീപനമല്ല സ്വീകരിച്ചതെന്ന ആരോപണം കൂടി കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ നിലപാട് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് കുടുംബം. രാവിലെ നവീൻ ബാബുവിന്റെ ബന്ധുവും CPM നേതാവും കൂടിയായ മലയാളപ്പുഴ മോഹനും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. കാരണം കുടുംബം മുന്നിട്ട് വെക്കുന്ന ആരോപണങ്ങളിൽ എല്ലാം തന്നെ ജെന്യൂനിറ്റി ഉള്ളതാണ്, സ്വാഭാവികമായ സംശയങ്ങളായി നിലനിൽക്കുന്നതാണ്. ഇത് മാറ്റേണ്ട ഉത്തരവാദിത്വം സർക്കാരിന് കൂടി ഉണ്ട് എന്നതാണ് കുടുംബം ഏറ്റവും പ്രധാനമായി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, താങ്ക് യു ആർ അരുൺരാജ്. ഇപ്പോൾ KR ഗോപികൃഷ്ണൻ കൂടി നമുക്കൊപ്പം ശരിയാണ്. ഗോപികൃഷ്ണൻ, ഇന്ന് വളരെ നിർണായകമായ ഒരു ദിവസമാണ് ഈ കേസിൻ്റെ കാര്യത്തിൽ. പറയും. ഈ കേസിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് ഇന്ന് വളരെ നിർണായകമായ ഒരു ദിവസമാണ്. ഈ കേസിൽ സമ്പൂർണ്ണമായും സംസ്ഥാന സർക്കാരിലും സർക്കാർ നിശ്ചയിച്ച SITയിലും സമ്പൂർണ്ണമായ അവിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ടാണ് CBI അന്വേഷണം വേണമെന്നൊരു ഹർജി ഇപ്പോൾ കോടതിയിൽ കുടുംബം നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹർജിയിൽ പറയുന്നത്, ഇതിൽ കണ്ണൂർ CPIM നിയന്ത്രിക്കുന്ന SITയുടെ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SIT രൂപീകരിച്ചത് പോലും ചട്ടപ്രകാരമല്ല. അതിലെ പല ഉദ്യോഗസ്ഥർക്കും CPMലെ നേതാക്കളുമായി ബന്ധമുണ്ട്. അതായത് PP ദിവ്യയെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിക്കും ആ പാർട്ടിയിലെ പ്രമുഖരായ നേതാക്കൾ പറയുന്നതനുസരിച്ച് അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിലുള്ളത് എന്ന വളരെ ഗൗരവ സ്വഭാവമുള്ള ഗുരുതരമായ പ്രശ്നമാണ് ഈ ഹർജിയിലൂടെ കോടതിയുടെ മുന്നിലേക്ക് ഈ നവീൻ ബാബുവിൻ്റെ കുടുംബം, ഭാര്യ മഞ്ജുഷ എത്തിക്കാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല, എന്തൊക്കെ പിഴവുകളാണ് SITയുടെ അന്വേഷണത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് അക്കമിട്ട് നിരത്തുകയാണ് അവർ ചെയ്യുന്നത്. അതായത് പ്രാഥമികമായി തന്നെ ഇതൊരു കൊലപാതകമാണ് എന്നൊരു സംശയം അവർ കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അതിന് കാരണമായി പറയുന്നത്, തങ്ങൾ കുടുംബാംഗങ്ങൾ എത്തുന്നതിന് മുൻപ് തന്നെ മൃതശരീരം പുറത്തേക്ക് എടുക്കുകയും അതിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുകയും ചെയ്തു. അതും ചട്ടപ്രകാരമായിരുന്നില്ല. ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ വേണമായിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾ നടത്തേണ്ടത്. അതാണ് ചട്ടം പറയുന്നത്. അത് ലംഘിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ കൊലപാതകത്തിൽ ചില കാര്യങ്ങൾ, ഈ മരണത്തിൽ ചില കാര്യങ്ങൾ മറച്ചു വെക്കാനുണ്ട്. ഇത് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണോ എന്ന് സംശയിക്കാവുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ഇതിലെ മരണത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനോ ഇതിന്റെ കാരണക്കാരെ കണ്ടെത്തി ശിക്ഷിക്കാനോ മതിയായ തരത്തിലുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും ഗൗരവമുള്ള ഒരു ആരോപണം, കളക്ടർ അരുൺ K. വിജയനും അതോടൊപ്പം PP ദിവ്യയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് പരിശോധിക്കാൻ സ്വാഭാവികമായും ഇവർ രണ്ടുപേരുടെയും കോൾ ലിസ്റ്റ് പരിശോധിക്കേണ്ടതാണ്, CDR പരിശോധിക്കേണ്ടതാണ്. ഇത് സുരക്ഷിതമായി വെക്കണം, ഇതിൽ പരിശോധന വേണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയും അന്വേഷണ സംഘം എടുത്തിട്ടില്ല. നമുക്കറിയാം, ഈ ഡിജിറ്റൽ തെളിവുകൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജിയിൽ വിധി വരാൻ പോകുന്നത് ഈ മാസം 3-നാണ്. അതിന് മുൻപ് തന്നെ ഹൈക്കോടതി നൽകിയിരിക്കുന്ന ഹർജിയിൽ ഇവർ ആവശ്യപ്പെടുന്നത് ഇതിലെ ഡിജിറ്റൽ തെളിവുകൾ സമ്പൂർണ്ണമായി സംരക്ഷിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടും അതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇതിൽ ബോധപൂർവം ഒരു അട്ടിമറി ശ്രമം നടക്കുന്നുണ്ട്. ഇതിൽ ചില ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ബോധപൂർവമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അത് പാർട്ടിയുടെ താല്പര്യത്തോടു കൂടിയാണ് നടക്കുന്നത്. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ അന്വേഷണത്തെയും ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണത്തെയും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ താല്പര്യങ്ങളെയും എടുത്തു കാണിച്ചുകൊണ്ട് ഇത് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. സ്വാഭാവികമായും ഈ കാര്യത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ എന്ത് നടപടിയാണ് കോടതിയിൽ നിന്നുണ്ടാകാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. സജോ ദേവസി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. സജോ, ഈ അന്വേഷണത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇതിൽ ഡിജിറ്റൽ തെളിവുകൾ സംരക്ഷിക്കണമെന്ന് ഭാര്യ മഞ്ജുഷ ഈ കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജി. അതിൽ വിധി വരാൻ പോകുന്നത് ഡിസംബർ 3-നാണ്. ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നൽകുന്ന ഹർജിയിലും അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇതിലെ ഡിജിറ്റൽ തെളിവുകൾ സംരക്ഷിച്ചിട്ടില്ല, പരിശോധിച്ചിട്ടില്ല എന്നൊക്കെയാണ്. ഏത് തരത്തിലാണ് ഇതൊക്കെ അന്വേഷണത്തെ ബാധിക്കാൻ പോകുന്നത്? ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി വരുമ്പോൾ എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് കണ്ണൂരിൽ നിന്ന് നൽകാനുള്ളത്?
ഗോപികൃഷ്ണൻ അതിലേക്ക് വരും മുൻപ് അല്പസമയം മുൻപ് കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ കളക്ടറേറ്റിൽ അദ്ദേഹത്തിന്റെ ചേംബറിലേക്ക് എത്തി. നമ്മൾ ഈ വിഷയത്തിലടക്കം അദ്ദേഹത്തിനെതിരായി കുടുംബം ഹർജിയിൽ ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് പ്രതികരണം ആരാഞ്ഞു. പക്ഷേ അദ്ദേഹം എന്തെങ്കിലും ഒരു പ്രതികരണം നടത്താൻ തയ്യാറായിട്ടില്ല. നിയമപരമായ പരിമിതി അക്കാര്യത്തിൽ എന്ന ഭാഗമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം എന്തെങ്കിലും ഒരു പ്രതികരണത്തിന് തയ്യാറായില്ല. ഇനിയിപ്പോൾ ഈ കുടുംബത്തിന്റെ ആക്ഷേപങ്ങൾ, ആശങ്കകൾ, അതായത് SIT അന്വേഷണം സംബന്ധിച്ച് ഉള്ള ആക്ഷേപങ്ങളും ആശങ്കകളും പരിശോധിക്കുകയാണെങ്കിൽ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ അക്കമിട്ട് നിരത്തുന്നുണ്ട്. 7 പ്രയർ ആ ഹർജിയിൽ മാത്രമുണ്ട്. അതായത് ഈ അന്വേഷണത്തിൽ അവർ ആശങ്കപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെ. ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ കലക്ടറേറ്റിലാണ്. ഇവിടെ നമുക്കൊരു CCTV കാണാം. ഇതോടൊപ്പം തന്നെ കലക്ടറുടെ ചേംബറിൽ CCTV ഉണ്ട്. ഈ കോമ്പൗണ്ടിലെല്ലാം CCTV ഉണ്ട്. അതായത് ഒക്ടോബർ 14-ന് വിവാദ യാത്രയപ്പ് യോഗത്തിന് ശേഷം നടന്നിട്ടുള്ള കാര്യങ്ങൾ, സംഭവവികാസങ്ങൾ, സാധ്യമായ CCTV ദൃശ്യങ്ങൾ മുഴുവൻ ശേഖരിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ ദുരൂഹത നീക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കാനാകൂ എന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം. അങ്ങനെ കലക്ടറുടെ ചേംബറിൽ എത്തി കണ്ടു എന്ന് കലക്ടർ തന്നെ ഒരു മൊഴി കൊടുത്തിട്ടുണ്ട്. കലക്ടറെ തന്നെ അവർ അവിശ്വസിക്കുന്നു. ആ കലക്ടറുടെ മൊഴിയുണ്ട്. അങ്ങനെ ചേംബറിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ CCTV, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തെ കോമ്പൗണ്ടിൻ്റെ CCTV, അവയെല്ലാം ശേഖരിക്കണം. അതിനുശേഷം അദ്ദേഹം ഔദ്യോഗിക വാഹനത്തിൽ ഇവിടെ നിന്ന് അധികം അകലെയല്ലാതെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള മുനീശ്വരൻ കോവിലിൽ പോയി ഇറങ്ങുന്നു. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചോ. അതിനുശേഷം പുലർച്ചെ വരെ, അതായത് ഈ ആത്മഹത്യ എന്ന് കുടുംബം ഇപ്പോൾ കൊലപാതകമെന്ന് ആരോപിക്കുന്നു. അത് ദൗർഭാഗ്യകരമായി ഈ സംഭവം ഉണ്ടാകുന്നതിന് തൊട്ടു മുൻപ് വരെ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചു, അതിന് മുന്നോടിയായി നടന്ന കാര്യങ്ങളുടെ ഒരു റൂട്ട് മാപ്പ് കൃത്യമായി ഉണ്ടാക്കിയിട്ടുണ്ടോ, ടവർ ലൊക്കേഷനുകൾ ഉണ്ടായിട്ടുണ്ടോ, അദ്ദേഹവുമായി ആരെല്ലാം ആശയവിനിമയം നടത്തി സംസാരിച്ചു, അദ്ദേഹം എവിടെയൊക്കെ പോയി, മുനീശ്വരം കോവിലിലെ CCTV, റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലെ CCTV എന്നിവ അടക്കമുള്ളവ ശേഖരിച്ചോ. കലക്ടറുടെ 2 മൊബൈൽ ഫോണുകൾ ഒരു പ്രതി മാത്രമാണുള്ളത്. ആത്മഹത്യാ കേസ്, അതിൻ്റെ പ്രേരണ, അതിലേക്ക് നയിച്ച സംഭവവികാസങ്ങൾ, ഇവ മാത്രമാണ് നിലവിൽ SITയുടെ അന്വേഷണം കേന്ദ്രീകരിക്കുന്ന ഒരു ഭാഗം. അതിനും അപ്പുറത്തേക്ക് ഇതിൻ്റെ ഗൂഢാലോചന തലം, ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു പരാതി, അതായത് ADM നവീൻ ബാബുവിനെ അഴിമതിക്കാരനായി ഇന്ന് ചിത്രീകരിക്കുന്ന ഒരു പരാതി TV പ്രശാന്തൻ നൽകുന്നു. ആ പരാതി ADMന്റെ മരണത്തിന് ശേഷം കെട്ടിച്ചമച്ചതാണ് എന്നും അതിലെ ഉപ്പ് വ്യാജമാണെന്നും കണ്ടെത്തി. അങ്ങനെ വരുമ്പോൾ ആ ഗൂഢാലോചന തലത്തിലേക്കുള്ള അന്വേഷണം എവിടെയെത്തി, അതിലടക്കം വീഴ്ചയുണ്ടായി, അത് വ്യാജമാണ് എന്ന് കണ്ടെത്തുന്നു. അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയും വിധമുള്ള തെളിവുകൾ പുറത്തു വന്നു. ആ അന്വേഷണം അതിലൂടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വീഴ്ചയുണ്ട് എന്ന ആശങ്കയാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഗൂഢാലോചന തലം ഉൾപ്പെടെയുള്ള അന്വേഷണത്തിൽ SITക്ക് വീഴ്ച പറ്റുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട സജു, ഇതിൽ ഡിജിറ്റൽ തെളിവുകൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ, അത് ശേഖരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണല്ലോ. ഇപ്പോൾ ഒക്ടോബർ 14 വിവാദ യാത്രയപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ഇവർ ഗുരുതരമായ ആരോപണങ്ങൾ നവീൻ ബാബുവിനെതിരെ PP ദിവ്യ ഉന്നയിക്കുമ്പോൾ അത് മുഴുവൻ ചിത്രീകരിക്കുകയും അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പത്തനംതിട്ടയിൽ നവീൻ ബാബു എത്താൻ പോകുന്ന ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുക്കാൻ, ജീവനക്കാർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്യുകയും ചെയ്തു PP ദിവ്യ എന്നതാണ് ഒരു ആരോപണം. പിന്നെ ഈ ഒക്ടോബർ 14 ഈ യാത്രയപ്പിന് ശേഷം ആരൊക്കെയാണ് നവീൻ ബാബുവിനെ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ നവീൻ ബാബു പിന്നീട് സഞ്ചരിച്ചത് ഏത് വഴികളിലൂടെയാണ്, ആരൊക്കെ കണ്ടിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെയാണല്ലോ കളക്ടറേറ്റിന് പരിസരത്തുള്ള CCTV ദൃശ്യങ്ങളിലൂടെയും അതിനൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചാൽ കിട്ടേണ്ടത്. ഇത്തരം തെളിവുകൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണല്ലോ മഞ്ജുഷ കോടതിയെ സമീപിച്ചിരിക്കുന്നത്, അല്ലേ? ഗോപികൃഷ്ണൻ, അത് തന്നെയാണ്. അതായത് 7 പ്രയറാണുള്ളത്. അതിൽ വിവിധ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ, അത് പ്രധാനമായും ഒക്ടോബർ 14, 15 തീയതികളിലെ അതിന് തൊട്ട് സാധ്യമായ CCTV ദൃശ്യങ്ങൾ, സംശയമുള്ള ദിവസങ്ങളിലെല്ലാം CCTV ദൃശ്യങ്ങൾ, അത് കളക്ടറേറ്റ്, റെയിൽവേ സ്റ്റേഷൻ പരിസരം, ഒപ്പം റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോം ഭാഗം, മുനീശ്വരം കോവിൽ, അദ്ദേഹം ഏറ്റവും ഒടുവിൽ ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ, അല്ലെങ്കിൽ ഔദ്യോഗിക വാഹനം തിരിച്ചയച്ച മുനീശ്വരം കോവിൽ, ഒപ്പം അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സിന്റെ പരിസര പ്രദേശങ്ങൾ, ക്വാർട്ടേഴ്സിൽ CCTV ഇല്ല, പരിസര പ്രദേശങ്ങൾ, ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് യഥാർത്ഥത്തിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ വ്യക്തതയുള്ള മറുപടി, ചില ആവശ്യമുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ടെന്ന മറുപടി മാത്രമാണ് അന്വേഷണ പുരോഗതി റിപ്പോർട്ടിലുള്ളത്. ഇവ മാത്രമല്ല, കോൾ ഡാറ്റ റെക്കോർഡുകൾ, അത് പ്രധാനമായും പ്രതി ഉപയോഗിക്കുന്നുവെന്ന് കരുതുന്ന നിലവിൽ കേസിലെ പ്രതിയായ PP ദിവ്യയുടെ 2 മൊബൈൽ ഫോണുകളിലെ കോൾ ഡാറ്റ റെക്കോർഡുകൾ, അതിൽ അവർ തീയതി അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 ഈ വർഷം ജനുവരി 1 മുതൽ 15/11/2024 വരെയുള്ള കോൾ ഡാറ്റ റെക്കോർഡുകൾ ശേഖരിച്ച് സൂക്ഷിക്കണം. അത് TV പ്രശാന്തന്റെ കാര്യത്തിലും കളക്ടർ അരുൺ കെ വിജയന്റെ കാര്യത്തിലുമൊക്കെ കളക്ടറുടെ മൊഴിയടക്കം ഈ കേസിൽ ഉണ്ടായതാണ്. കളക്ടർ ആദ്യഘട്ടത്തിൽ കുടുംബത്തിന് കത്തെഴുതി, പിന്നീട് മൊഴിയിൽ മറ്റൊരു വിവരമാണ് പുറത്തേക്ക് വന്നത്. പുറത്തേക്ക് വന്ന വിവരം മാത്രമേ നമുക്കറിയാവൂ. അങ്ങനെയുള്ള ആളുകളുടെ കോൾ ഡാറ്റ റെക്കോർഡുകൾ ശേഖരിച്ചാൽ മാത്രമേ ഇതിന്റെ ഗൂഢാലോചന തലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ആ കാര്യത്തിൽ ആവശ്യമുള്ള CDR ശേഖരിച്ചിട്ടുണ്ടെന്ന് മാത്രമാണ് അന്വേഷണ പുരോഗതി റിപ്പോർട്ടിലുള്ളത്. അതായത് വ്യക്തതയോടെ കൂടുതൽ മൊബൈൽ നമ്പറുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവയുടെയും CDR, കോൾ ഡാറ്റ റെക്കോർഡുകൾ ശേഖരിച്ചാൽ മാത്രമേ ആ കാര്യത്തിൽ പിന്നീട് ശാസ്ത്രീയ അന്വേഷണത്തിലേക്ക്, ഈ ഡിജിറ്റൽ റെക്കോർഡുകൾ തന്നെയായിരിക്കും ഈ കേസിലൊരു പ്രധാനപ്പെട്ട തെളിവാകാൻ പോവുക. അങ്ങനെ വരുമ്പോൾ ഏതെല്ലാം കാര്യങ്ങൾ
കാര്യങ്ങൾ ശേഖരിച്ചു എന്ന കാര്യത്തിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ അക്കമിട്ടുള്ള മറുപടിയിൽ. അതേസമയം മഞ്ജുഷയുടെ ഹർജിയിൽ വളരെ കൃത്യമായും ഈ ലഭ്യമായ, അതായത് പുറമേക്ക് ലഭ്യമായ ഫോൺ നമ്പറുകളൊക്കെ ഉൾപ്പെടുത്തി ഇവയുടെ കോൾ ഡാറ്റ റെക്കോർഡുകൾ സൂക്ഷിച്ചിട്ടുണ്ടോ, ശേഖരിച്ചിട്ടുണ്ടോ, ആ തെളിവുകളുണ്ടോ, ഒപ്പം ഇവയുടെ ഒരു കൃത്യമായ ലൊക്കേഷൻ, അവരുടെ ടവർ ലൊക്കേഷനുകൾ അടക്കമുള്ളവ ശേഖരിക്കാം, CCTV ദൃശ്യങ്ങൾ ഇവയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് ഇതിൻ്റെ പുറം ഭാഗത്തുള്ള, അതായത് ഈ ആത്മഹത്യാ പ്രേരണ എന്നതിനൊക്കെ അപ്പുറത്തേക്കുള്ള ഭാഗം കൃത്യമായി അന്വേഷിച്ചിട്ടുണ്ടോ. മറ്റാക്ഷേപങ്ങളുമുണ്ട്, അതായത് ഇൻക്വസ്റ്റിലെ അനാവശ്യ തിടുക്കം, പോസ്റ്റ്മോർട്ടം മറ്റൊരു സ്ഥലത്ത് വേണമെന്ന ആവശ്യം അംഗീകരിക്കപ്പെടാതെ പോയതവർക്ക് സംശയങ്ങൾ ഒരുവശത്ത് നിൽക്കുന്നുണ്ട്. അതോടൊപ്പം ഈ ഡിജിറ്റൽ തെളിവുകളെല്ലാം കൃത്യമായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ, അവ അവലോകനം ചെയ്ത് നോക്കിയിട്ടുണ്ടോ, അതിനപ്പുറത്തേക്കുള്ള ഗൂഢാലോചന തലത്തിലേക്ക് അന്വേഷണം പോയിട്ടുണ്ടോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. അതുതന്നെയാണ് കുടുംബത്തിന്റെ സംശയവും.